വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ BNP പരിവാസ് സമീപ ഭാവിയിലേക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന 8 ഓഹരികളെ അതിന്റെ വിശകലനവും ഉൾപ്പെടുന്ന റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടു. ധനകാര്യ സേവനം, IT, ടെലികോം, ലോജിസ്റ്റിക്സ് എന്നിങ്ങനെയുള്ള സെക്ടറുകളെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത 8 ഓഹരികളിൽ നിന്ന് 24 മുതൽ 74% നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം 1470 രൂപയിലായിരുന്നു HDFC ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ്. സമീപ ഭാവിയിൽ HDFC ബാങ്ക് ഓഹരിയുടെ വില 2410 രൂപയിലേക്ക് മുന്നേറുമെന്നാണ് BNP പരിവാസിന്റെ നിഗമനം. ഇതിലൂടെ 62% നേട്ടമാണ് പ്രൈവറ്റ് ബാങ്ക് ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന ഘടകങ്ങൾ മുൻനിർത്തിയാണ് HDFC ഓഹരിയിൽ നിക്ഷേപം നിർദ്ദേശിക്കുന്നത്. കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് അനുപാതം മെച്ചപ്പെടുമെന്നോ HDFCയുമായി ലയിച്ചതിൽ നിന്ന് ചെലവ് ലാഭിക്കാമെന്നോ കരുതുന്നില്ല. എന്നിരുന്നാലും ROE, ROI അനുപാതം അടുത്ത സാമ്പത്തിക വർഷത്തോടെ മെച്ചപ്പെടാം എന്നതാണ് പോസിറ്റീവ് ഘടകം. ICICI ബാങ്ക് കഴിഞ്ഞ ദിവസം 999 രൂപയിലാണ് ICICI ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ നിന്നും ഇടക്കാലയളവിൽ ICICI ബാങ്ക് ഓഹരിയുടെ വില 1310 രൂപയിലേക്ക് കുതിച്ചുയരാം എന്നാണ് റിപ്പോർട്ട്. ഇതിലൂടെ 33% ലാഭമാണ് ഈ ബാങ്ക് ഓഹരിയിൽ നിന്നും നേട്ടമിടുന്നത്. അടിസ്ഥാന ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ശക്തമായതും ഉയർന്ന കാസ അനുപാതവും ICICI ബാങ്കിന് മേൽക്കൈ നൽകുന്നു. ആക്സിസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 1116 രൂപയിലായിരുന്നു ആക്സിസ് ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ്. സമീപ ഭാവിയിൽ ആക്സിസ് ബാങ്ക് ഓഹരിയുടെ വില 1400 രൂപയിലേക്ക് മുന്നേറുമെന്നാണ് BNP പരിവാസിന്റെ നിഗമനം. ഇതിലൂടെ 28% നേട്ടമാണ് ഈ പ്രൈവറ്റ് ബാങ്ക് ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതും ഡിജിറ്റൽ വൽക്കരണത്തിന്റെ നേട്ടവും സിറ്റി ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ബിസിനസ് ഏറ്റെടുത്തതും ചൂണ്ടിക്കാട്ടിയാണ് ആക്സിസ് ബാങ്കിന്റെ ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. SBI ലൈഫ് കഴിഞ്ഞ ദിവസം 1460 രൂപയിലാണ് SBI ലൈഫ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ നിന്നും ഇടക്കാലയളവിൽ SBI ലൈഫ് ഓഹരിയുടെ വില 2450 രൂപയിലേക്ക് കുതിച്ചുയരാമെന്നാണ് BNP പരിവാസിന്റെ റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും 74% ലാഭമാണ് നേട്ടമിടുന്നത്. ഓഹരിയുടെ വാല്യുവേഷൻ ആകർഷകമായ നിലവാരത്തിലാണ് എന്നതാണ് പോസിറ്റീവ് ഘടകം. ഇൻഫോസിസ് കഴിഞ്ഞ ദിവസം 1650 രൂപയിലായിരുന്നു ഇൻഫോസിസ് ഓഹരിയുടെ ക്ലോസിംഗ്. സമീപ ഭാവിയിൽ ഇൻഫോസിസ് ഓഹരിയുടെ വില 2000 രൂപയിലേക്ക് മുന്നേറുമെന്നാണ് BNP പരിവാസിന്റെ അനുമാനം. ഇതിലൂടെ 49% നേട്ടമാണ് ഈ വൻകിട IT ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വരുമാനം വർദ്ധിക്കുമെന്നും വമ്പൻ കരാറുകൾ നേടാനുള്ള സാധ്യതയും മുൻനിർത്തിയാണ് ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് കഴിഞ്ഞ ദിവസം 2448 രൂപയിലാണ് ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ നിന്നും ഇടക്കാലയളവിൽ ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് ഓഹരിയുടെ വില 3080 രൂപയിലേക്ക് കുതിച്ചുയരുമെന്നാണ് BNP പരിവാസിന്റെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത്. ഇതിലൂടെ 25% ലാഭമാണ് നോട്ടമിടുന്നത്. ഇരട്ടയക്ക നിരക്കിലുള്ള വരുമാന വളർച്ചയാണ് രാജ്യമെമ്പാടും രോഗനിർണയ കേന്ദ്രങ്ങളുടെ ശൃംഖലയുള്ള ഈ ഓഹരിയുടെ പോസിറ്റീവ് ഘടകം. ഇമാമി കഴിഞ്ഞ ദിവസം 500 രൂപയിലായിരുന്നു ഇമാമി ഓഹരിയുടെ ക്ലോസിംഗ്. സമീപ ഭാവിയിൽ ഇമാമി ഓഹരിയുടെ വില 630 രൂപയിലേക്ക് മുന്നേറുമെന്നാണ് BNP പരിവാസിന്റെ നിഗമനം. ഇതിലൂടെ 24% നേട്ടമാണ് ഈ FMCG ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓഹരിയുടെ വാല്യുവേഷൻ ആകർഷകമായ നിലവാരത്തിലാകുന്നു. മാരുതി സുസുക്കി കഴിഞ്ഞ ദിവസം 1037 രൂപയിലാണ് മാരുതി സുസുക്കി ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ നിന്നും ഇടക്കാലയളവിൽ മാരുതി സുസുക്കി ഓഹരിയുടെ വില 13500 രൂപയിലേക്ക് കുതിച്ചുയരുമെന്നാണ് BNP പരിവാസിന്റെ റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ 36% ലാഭമാണ് നോട്ടമിടുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.